ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഇറ്റ്സ് പി എസ് സിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ വന്ന കമൻറ്റിനുള്ള ഒരു റിപ്ലൈ ആണ്. അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ സെൽഫ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ചെയ്യുമോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സജഷൻ നമ്മൾക്ക് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ സെൽഫ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് വേറെ കുറേ കാര്യങ്ങളും കൂടെ നമ്മൾ ഇതിന് അതായത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്ന തസ്തികയെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയണമെന്നുണ്ട്. കാരണം നമ്മൾ ബാക്കിയുള്ള ട്രേഡിൻ്റെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, സിവിലും ഇലക്ട്രിക്കലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ ഇലക്ട്രോണിക്സിനെ കുറിച്ചിട്ട് ഞാൻ എത്രത്തോളം അഡ്വൈസ് പോയിട്ടുണ്ട് എന്നുള്ള കാര്യമോ അല്ലെങ്കിൽ എത്രത്തോളം കഴിഞ്ഞാണ് മെയിൻ ലിസ്റ്റിൽ ആൾക്കാർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം, അങ്ങനെയുള്ള കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അസിസ്റ്റൻറ്റ് പ്രൊഫസറിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. ഒരു 2 വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലാണ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ വീഡിയോ എന്ന് പറയുന്നത് സിലബസിനെ കുറിച്ചാണ്. ഡീറ്റെയിൽഡ് സിലബസാണ്. കഴിഞ്ഞ 2016 എക്സാം നടന്ന സമയത്തുള്ള സിലബസാണ് അതിൽ ഒന്നാമത്തെ വീഡിയോ. രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിൽ പറ്റിയിട്ടുള്ള നിങ്ങൾക്ക് സെൽഫായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുള്ള ബുക്സുകളെ കുറിച്ചിട്ടുള്ളതാണ് സെക്കൻഡ് വീഡിയോ. അപ്പോൾ ഈ 2 വീഡിയോസ് നിങ്ങളൊന്ന് ജസ്റ്റ് കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ പ്ലേലിസ്റ്റിലൊന്ന് കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം, അതുപോലെ തന്നെ എങ്ങനെയൊക്കെ നിങ്ങൾ ഓരോ സമയം യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അത് എല്ലാവർക്കും ഒരുപോലെ ഇഫക്റ്റീവ് ആവോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയണത്, നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള സ്ട്രാറ്റജികൾ ഫോളോ ചെയ്യാം. യെസ്, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ ചാനൽ മെയിനായിട്ട് ഇലക്ട്രോണിക്സ് ആസ്പിറൻസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ചാനലാണ്. അതല്ലാതെയുള്ള ജനറൽ PSൻ്റെയും ബാക്കിയുള്ള ട്രേഡുകാരുടെയൊക്കെ ജോബ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റിലൊന്ന് ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഒരിക്കലും നിർബന്ധിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് പറയാനായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും അത് നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇലക്ട്രോണിക്സ് എന്നുള്ളൊരു തസ്തിക MTech ആയിട്ട് മാറ്റിയിട്ട് ഈ കുറച്ചായിട്ടുള്ളൂ. കഴിഞ്ഞ തവണ ആണ് ആദ്യമായിട്ട് അതിൻ്റെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇലക്ട്രോണിക്സ് എന്നുള്ളൊരു തസ്തിക വരുന്നത്. അത് MTech ക്വാളിഫിക്കേഷൻ. അതിന് മുമ്പൊക്കെ ലെക്ചർ എന്ന് പറഞ്ഞിട്ട് BTech ക്വാളിഫിക്കേഷനിലായിരുന്നു ഈ ഒരു പോസ്റ്റിലേക്കുള്ള ആൾക്കാരെ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അതിനിടയ്ക്ക് എന്തൊക്കെയോ കമ്മിറ്റികളൊക്കെ വന്നിട്ട് അവർ പറഞ്ഞു ഇങ്ങനെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയ്ക്ക് മിനിമം PG വേണമെന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് പിന്നീട് ഇങ്ങനൊരു പോസ്റ്റിലേക്ക് MTech ക്വാളിഫൈ ചെയ്തിട്ട് എടുത്തത്. ക്വാളിഫൈ ഉള്ള ആൾക്കാരെ മാത്രം പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ അപ്പം നമുക്കൊരു ഗൈഡൻസ്, നമുക്കൊരു ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷ എന്ന് പറയുന്നത് കഴിഞ്ഞൊരു പരീക്ഷ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് പറയാനാണെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങളാണ്. ഫസ്റ്റ് OMR എക്സാം. ഈ OMR എക്സാമിൽ ഒരു പെർട്ടിക്കുലർ മാർക്ക് കിട്ടിയിട്ടുള്ള ആൾക്കാർ ഒരു കട്ട് ഓഫ് വെച്ചിട്ടൊരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ള ആൾക്കാരെ ഇൻ്റർവ്യൂവിന് എടുത്തിട്ട് ആ ഇൻ്റർവ്യൂവിൽ കിട്ടിയ മാർക്കും കൂടെ ആഡ് ചെയ്തിട്ട് മെയിൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഈ മെയിൻ ലിസ്റ്റ് എന്നുള്ള ആൾക്കാരനെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഒരു റാങ്ക് അനുസരിച്ചിട്ട് വിളിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ 3 പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് ആ ഒരു ജോലി കയ്യിൽ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ തവണ എന്ന് പറയുന്ന എക്സാം പാറ്റേൺ എന്ന് പറയുമ്പോൾ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 1.25 മണിക്കൂർ 75 മിനിറ്റ് ആയിരുന്നു കഴിഞ്ഞ തവണ എക്സാം എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BE BTechും അതിൻ്റെ കൂടെ തന്നെ ME അല്ലെങ്കിൽ MTech വേണമെന്നാണ് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. പൊതുവെ ടീച്ചിങ് പ്രൊഫഷനുള്ളതെല്ലാം തന്നെ ഫസ്റ്റ് ക്ലാസ് ചോദിക്കാറുണ്ട് കേട്ടോ. ലെക്ചറിങ് പോളി ആണെങ്കിൽ പോലും അത് ഫസ്റ്റ് ക്ലാസ് BTech ആണ് അവർ യോഗ്യതയായിട്ട് പറയുന്നത്. ഇത്തവണ നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ വന്നിരിക്കുന്ന കാറ്റഗറി നമ്പർ 725/2021 നമ്മൾക്ക് മൊത്തമായി ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ കീഴിൽ 12 കോളേജുകളാണ് ഉള്ളത്. അതിൽ 3 എയ്ഡഡും ബാക്കി 9 നമുക്ക് ഗവൺമെൻറ് കോളേജസ് ഉള്ളത്. ഈ 9 കോളേജിലേക്കാണ് നമ്മൾക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ലിസ്റ്റ് ആയിരിക്കും. അപ്പോൾ മൊത്തം നമ്മുടെ സ്റ്റേറ്റിൽ എത്ര കോളേജിലുണ്ട്, അവിടെ എത്ര വാക്കൻസിലുണ്ട് എന്നത് വെച്ചിട്ടാണ് നമ്മൾക്ക് ഈ ഒരു ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യുന്നത്. നമ്മൾ ഈ പറയുന്ന എക്സാം എഴുതി കഴിഞ്ഞ് ഒരു 3 വർഷം വരെ ഇതിൻ്റെ വാലിഡിറ്റി ഉണ്ടാവും. നമ്മൾക്ക് ഇത്തവണ വന്നിട്ടുള്ള ഈ ഒരു കാറ്റഗറി നമ്പറിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 2-ാം തീയതിയാണ്. ഒരു 39 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു കാര്യം പറയുന്നത് ഏജ് റിലാക്സേഷൻ ഉള്ളവർക്ക് ഏജ് റിലാക്സേഷനും ഉണ്ട്. അതായത് ഇപ്പോൾ OBCക്ക് 3, SC STക്ക് 5 എന്നൊക്കെ പറഞ്ഞുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് അതും ഉണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഈ ഒരു പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത് 6/5/2016 ഇതിൽ മെയിൻ ലിസ്റ്റിൽ 146 ഉണ്ടായിരുന്നു. ടോട്ടൽ 70 അഡ്വൈസാണ് ഇതുവരെയായിട്ട് പോയിരിക്കുന്നത്. ലാസ്റ്റ് പോയിട്ടുള്ളത് 6/10/2021 കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ വരെയും അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് ടൈം കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏറ്റവും കുറവായിരുന്നു, 20 മാർക്കായിരുന്നു കട്ട് ഓഫ് കേട്ടോ. വളരെ കുറഞ്ഞൊരു മാർക്കായിരുന്നു കഴിഞ്ഞാണ് കട്ട് ഓഫ് 20 മാർക്ക്. അപ്പോൾ 20 മാർക്കിന് മുകളിൽ കിട്ടിയവരൊക്കെ ആ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട്.
മെയിൻ ലിസ്റ്റിൽ 146 ആൾക്കാരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ബേസിക്കായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ ഇനി നമ്മളുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ സെൽഫ് സ്ട്രാറ്റജി പറയുന്ന സമയത്ത് നമ്മൾക്കറിയാം ഏതൊക്കെയാണ് സബ്ജക്റ്റ് ഉള്ളതെന്നുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ, സബ്ജക്റ്റും അതിലുള്ള ടോപ്പിക്കുകളിലേക്ക് ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി നമ്മൾ ചാനൽ ഇട്ടിട്ടുണ്ടോ ഒന്ന് കയറി നോക്കാം കേട്ടോ. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് പറയാം. നമ്മൾ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഉണ്ടായിരുന്നു, ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ്, ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ബേസിക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ബേസിക് കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള സംഭവം. പിന്നെ നമ്മളുടെ ഇലക്ട്രോണിക്സിൻ്റെ കോറ്, നെറ്റ്വർക്ക് ആൻഡ് ഡിവൈസസ്, അനലോഗ് ആൻഡ് ഡിജിറ്റൽ സർക്യൂട്ട്സ്, സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ്, ഇലക്ട്രോ മാഗ്നറ്റിക്സ് ആൻഡ് കൺട്രോൾ സിസ്റ്റംസ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ പറഞ്ഞിട്ടുള്ള ഒരു 5 ഭാഗം. അതായത് 6 ബേസിക് ആയിട്ടുള്ള സബ്ജക്റ്റുകളും 5 നമ്മുടെ കോർ സബ്ജക്റ്റുകളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സബ്ജക്റ്റിൽ നമ്മുടെ സിലബസ് എന്ന് പറയാനായിട്ടുള്ളത്. ഈ സിലബസിൽ 30 മാർക്കോളം പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്, 30 മാർക്കോളം ബേസിക് ഭാഗത്തു നിന്ന്. അതായത് വേണമെന്നുണ്ടെങ്കിൽ മാത്സിനൊരു 10 മാർക്കോ പിന്നെ ബാക്കിയുള്ള മാർക്ക് 20 മാർക്ക് ബാക്കിയുള്ളതിലേക്ക് ഡിവൈഡ് ചെയ്യാം, അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാത്തിനും 5 മാർക്ക് വെച്ചിട്ട്, അപ്പോൾ 6 5 30 മാർക്ക് അങ്ങനെ വരാനും സാധ്യതയില്ല. നമുക്ക് എങ്ങനെ ചോദിക്കും എന്നുള്ളത് അറിയില്ല. കഴിഞ്ഞ തവണത്തെ നിങ്ങളൊന്ന് ജസ്റ്റ് കയറി നോക്കുക. കഴിഞ്ഞ തവണ 5 മാർക്കാണ് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. ഇത്തവണയും അങ്ങനെ തന്നെ ആവുമെന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ എങ്ങനെ മാറ്റും എന്നുള്ള അറിയില്ല. അത് നമ്മൾക്ക് ഇനിയിപ്പോൾ വരുമ്പോൾ ഈ അടുത്ത് നമ്മൾക്ക് ഇതിൻ്റെ ഇതിൻ്റെ സിലബസ് ഇനിയിപ്പോൾ എന്തായാലും എക്സാം ഒരു 3 മാസം മുമ്പ് വരുമ്പോൾ നമ്മൾക്കറിയാം. കാരണം ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അവർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. മുമ്പ് അങ്ങനെയല്ല, ടോപ്പിക്ക് അതിൻ്റെ താഴെ ഡീറ്റെയിൽഡ് ആ ടോപ്പിക്കേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ മുമ്പൊക്കെ. ഇപ്പം എന്ന് പറയുന്നത് ഓരോ ഹെഡിങ്ങിൻ്റെ കൂടെ അവർ എഴുതി വയ്ക്കും, എത്ര ടോപ്പിക്കാണ്, 8 മാർക്കാണോ 4 മാർക്കാണോ ഉള്ള എഴുതി വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം കഴിഞ്ഞത്തെ പോലെ നമുക്ക് വിചാരിക്കാനേ ഇപ്പോൾ സാധിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇതിൽ വരാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ ചെക്ക് ചെയ്യാനായിട്ട് ആകെ ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറേ ഉള്ളൂ. അതിപ്പോൾ ഈ ലാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള 2016 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് ഞാൻ എന്തായാലും അടുത്ത് തന്നെ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അത് ഞാൻ വിട്ടുപോയതാണ്. എന്തായാലും ഞാനത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ആ പ്ലേലിസ്റ്റിൽ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി, അതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സിലബസ് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ സിലബസും കൂടെ നോക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം. പിന്നെ ഇന്ന കാര്യങ്ങളൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് അറിയേണ്ടത് ഈ പറയുന്ന സിലബസാണ്. അപ്പോൾ സിലബസ് നല്ല രീതിയിൽ ഒന്ന് വായിച്ച് നോക്കുക. സിലബസ് നല്ല രീതിയിൽ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കുകൾ എവിടെ നിന്നൊക്കെയാണ് കിട്ടേണ്ടതെന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ടും കിട്ടും. നമ്മൾ 4 തവണ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ സിലബസൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പോകണം നമ്മൾക്ക് തന്നെ ഒരു ഐഡിയ താനേ വന്നോളുണ്ടോ. പിന്നെ കോച്ചിങ്ങിന് പോകാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഓൺലൈനായിട്ടുള്ള കോച്ചിങ് സെൻറ്റേഴ്സ് ധാരാളം ഉണ്ട്. അതൊന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ അതിൽ ഏതാണെന്ന് വെച്ചാൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു നല്ല ഗൈഡൻസ് കിട്ടും. എക്സാം എന്തായാലും ലേറ്റ് ആവാൻ തന്നെയാണ് സാധ്യത. കാരണം ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഒരുവിധ എക്സാമുകളൊക്കെ മാറ്റി വെച്ചിരിക്കണം. അപ്പോൾ ഇതൊക്കെ ഇനി നടത്തിയതൊക്കെ ഇനി വരാൻ പോകുന്ന പരീക്ഷകളൊക്കെ നടത്താനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ആ കാര്യം ഒന്ന് മനസ്സിൽ വയ്ക്കുക. അപ്പോൾ നമ്മൾ സെൽഫ് പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് ആദ്യം നമ്മുടെ കയ്യിൽ വേണ്ട സാധനം എന്ന് പറയുന്നത് അതിൻ്റെ സിലബസാണ്. ഫസ്റ്റ് സിലബസ് കയ്യിൽ വയ്ക്കുക. അത് എവിടെ നിന്ന് നോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും എഴുതി വയ്ക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ജസ്റ്റ് നോക്കുക. അതായത് എന്താണ് ചോദിച്ചെന്ന് അറിയണമല്ലോ. നമുക്ക് ആകെ ആ ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ ഒരുപാട് തപ്പി നടക്കേണ്ട. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. കഴിഞ്ഞ തവണ എന്ന് പറയുമ്പോൾ ഇത്തിരി ഗേറ്റ് ലെവലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഗേറ്റ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സ് അല്ലേ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് സംഘടിപ്പിച്ച് വയ്ക്കുക. ആ നോട്ട്സും അതുപോലെ അതിൻ്റെ മെറ്റീരിയൽസൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പരമാവധി വർക്കൗട്ട് ചെയ്യുക. കാരണം നമുക്ക് വേറെ ഏതും കേരള PSCൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് നിങ്ങൾക്ക് യാതൊരു യൂസും അസിസ്റ്റൻറ്റ് പ്രൊഫസറിന് ഉണ്ടാവില്ല. ബാക്കിയുള്ള ചെറിയ എക്സാമുകൾക്കൊക്കെ അത് യൂസ് ആയിരിക്കാം, പക്ഷേ അസിസ്റ്റൻറ്റ് പ്രൊഫസർ നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ല. എന്തായാലും കുറച്ച് ടഫായിരിക്കും. എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും പഠിക്കണം, ഒരു ജോലി വേണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു കോമ്പറ്റീഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ തവണത്തെ പോലെ ആയിരിക്കില്ല. കഴിഞ്ഞ 20 മാർക്ക് കട്ട് ഓഫ് ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇത്തവണ ഒരിക്കലും 20 മാർക്ക് ആവില്ല. 100% അത് ഗ്യാരണ്ടിയാണ് കേട്ടോ. കാരണം ഒരുപാട് പേര് കോഴ്സ് കഴിഞ്ഞ ഉടനെ വീട്ടിൽ നിന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്കെന്നെ പരിചയത്തിലുള്ള ഒരുപാട് പേരുണ്ട്. അതുപോലെ നല്ല പഠിപ്പിക്കുന്ന ആൾക്കാരും ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ മനസ്സിൽ കാണണം. നല്ല ടഫായിരിക്കും ഇത്തവണ എന്തായാലും പരീക്ഷ എന്ന് പറയുന്നത്. ടഫല്ല, ഈസി ആണെന്നുണ്ടെങ്കിൽ എന്തായാലും കട്ട് ഓഫ് നല്ല രീതിയിൽ കൂടുകയും ചെയ്യും കേട്ടോ. എന്തായാലും ഞാൻ സിലബസ് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൽ കൂടെ ഒന്ന് ഇട്ട് പോകുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ മാത്തമാറ്റിക്സ് ആണെങ്കിൽ മെട്രിക്സ്, പാർഷ്യൽ ഡിഫറൻസിയേഷൻ, വെക്റ്റർ ഡിഫറൻസിയേഷൻ, ലാപ്ലേസ് ട്രാൻസ്ഫോംസ്, ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽസ് കൈയോടെ കളക്ട് ചെയ്യാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഗേറ്റ് പഠിക്കുന്ന കുട്ടികൾക്ക് അറിയുന്നുണ്ടാവും. അതുപോലെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, കോംപ്ലക്സ് അനാലിസിസ്, ഫോറിയർ സീരീസ്, ഇതൊക്കെ ഗേറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. ഒന്നും വേണ്ട, നമ്മുടെ BTech മാത്സ് മാത്രം എടുത്താൽ മതി.
ശരിക്കും പറഞ്ഞാൽ BTech 4 വർഷത്തെ നിങ്ങൾ ഒന്നിച്ചൊന്ന് പഠിക്കണം, എന്നാൽ മാത്രം നമുക്കിത് വല്ല ഗുണം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ BTechലെ ബുക്സൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ കളക്ട് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഗേറ്റ് ബുക്സും കൂടെ ഒന്ന് നോക്കിയാൽ നന്നായിരിക്കും. അതേപോലെ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ്, ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്നത് ഓടിച്ച് നോക്കിക്കോളൂ. ഞാൻ കാര്യങ്ങളിലേക്ക് വരാം. സിലബസ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി പറ്റിയിട്ടുള്ള ബുക്കുകളെ കുറിച്ച് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ സിലബസ് പറഞ്ഞു, ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യുക എന്നുള്ള കാര്യം പറഞ്ഞു, 2 കാര്യങ്ങൾ പറഞ്ഞു. ഇനി 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള ബുക്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ സിലബസിൽ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സിലബസൊക്കെ 4 തവണ ഒന്ന് വായിക്കാൻ സാധിക്കും. നമുക്ക് അറിയാം ഇന്ന ടോപ്പിക്കുകൾ വേണമെന്ന് അറിയുമ്പോൾ ഒരു ബുക്ക് നിങ്ങൾ ഗേറ്റിൻ്റെ സിലബസിലുള്ള, ഗേറ്റിൽ പറയുമ്പോൾ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ ബേസിക് ബാക്കിയുള്ളതൊന്നും കിട്ടില്ല കേട്ടോ. നമ്മുടെ കോറ് മാത്രമേ കിട്ടുള്ളൂ. ബേസിക് സിവിലും ബേസിക് മെക്കും ബേസിക് ഇലക്ട്രിക്കലും ബേസിക് ഇലക്ട്രോണിക്സും പിന്നെ നമ്മുടെ സബ്ജക്റ്റാണ്. ബേസിക് കമ്പ്യൂട്ടർ സയൻസൊക്കെ നമ്മൾക്ക് കിട്ടാനുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലേ, നമ്മുടെ കെമിക്കൽ എഞ്ചിനീയറിംഗ് എല്ലാം നമ്മളിപ്പോൾ ട്രിപ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സിവിൽ എടുക്കുകയാണെങ്കിൽ, മെക്കാനിക്കൽ എടുക്കുമ്പോൾ എല്ലാത്തിലും ഇത് കോമൺ ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ അവിടെ നിന്ന് എഴുതിയെടുക്കുക. അതായത് അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ എടുക്കുക. അതിൽ ഈ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ കാര്യങ്ങളിലൊക്കെ ഒന്ന് എഴുതിയെടുക്കുക. പിന്നെ നമുക്ക് ഐഡിയ കിട്ടും, ഇന്ന ഭാഗത്ത് നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാകുന്നൊരു ഐഡിയ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണക്റ്റഡ് ഫാക്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൻ്റെ കൂടെ ഒന്ന് കളക്ട് ചെയ്യാം. അതേ നമുക്കിപ്പോൾ ചെയ്യാനായിട്ടോ നിവർത്തിയുള്ളൂ. പിന്നെ നമ്മുടെ നമ്മുടെ BTechൻ്റെ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ബേസിക് ഇലക്ട്രിക്കലും സിവിലും ഒക്കെ ബുക്കുകളുണ്ടാവുമല്ലോ, അതും കൂടെ ഒന്ന് റെഫർ ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. ഒരുപാട് വർഷമായിട്ടുള്ള ആൾക്കാർക്ക് അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ എന്നാലും നമ്മളുടെ ഒരു ആവശ്യമാണ്, നമുക്ക് ഈ ജോലി കിട്ടിയേ മതിയുള്ളൂ. അതുകൊണ്ട് അതൊക്കെ ഒന്ന് സംഘടിപ്പിച്ച് പഠിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കാം. ഇതാണ് നമ്മൾക്ക് ബേസിക് സബ്ജക്ട്സിൽ നിന്ന് നമുക്ക് കിട്ടാൻ പറ്റുക. അപ്പം നമ്മുടെ എല്ലാ പ്രീവിയസിൽ മാത്രമേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുള്ളൂ, ഈ ഒരു പാറ്റേണിൽ നടന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്തിട്ട് അതിൽ ബേസിക് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ആദ്യം എഴുതിയെടുക്കുക. നമ്മുടെ കോറേ ഞാൻ പഠിക്കുള്ളൂ, മറ്റേത് ഞാൻ നോക്കില്ല എന്ന് വിചാരിച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. കാരണം എല്ലാവരും എല്ലാ സബ്ജക്റ്റും നന്നായിട്ട് നോക്കിയിട്ട് വരും. കാരണം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് കാരണം നമ്മുടെ സബ്ജക്റ്റ് എല്ലാവർക്കും അറിയാം. ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇലക്ട്രോണിക് സബ്ജക്റ്റുകളെ കുറിച്ച് നല്ല ധാരണയുണ്ട്. ബാക്കിയുള്ള സബ്ജക്റ്റ് ഓരോരുത്തരും നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സബ്ജക്റ്റിന് കൂടെ മറ്റേതിനും സെയിം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കണം. അപ്പോൾ അതൊരിക്കലും വിട്ടുകളയരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രീവിയസ് ഇയറിൽ നിന്ന് നമുക്ക് പരമാവധി ബേസിക് ഭാഗത്തു നിന്നുള്ള, അതായത് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സും ബേസിക് സിവിലും മെക്കും അങ്ങനെയുള്ള ടോപ്പിക്കുകളിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണക്റ്റഡ് ഫാക്ട്സ് നോക്കാം. ഈ നമ്മുടെ സബ്ജക്റ്റ് കോറിലേക്ക് എടുക്കുന്ന സമയത്ത്, കോർ സബ്ജക്റ്റ് എടുക്കുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മളുടെ ഈ പറയുന്ന അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇലക്ട്രോണിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഗേറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക. ഏതാണ് നല്ല ഗേറ്റ് ബുക്ക് എന്നുള്ളതൊക്കെ ഞാൻ ആ ഒരു ബുക്കുകളിനെ കുറിച്ചിട്ടുള്ള വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ അതൊന്ന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഐക്കാർട്ടിലോ എവിടെയെങ്കിലും നമ്മളത് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് അതൊക്കെ ഒന്ന് കയറി നോക്കുക. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ബുക്സാണ് നല്ലതെന്നുള്ളതൊക്കെ നോക്കുക. അപ്പോൾ ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുക. അതേപോലെ തന്നെ JB ഗുപ്തൻ്റെ കുറച്ച് MCQs അടങ്ങിയിട്ടുള്ള ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കട്ട അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ബുക്കുകളുടെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു JB ഗുപ്തയുടെ അല്ലെങ്കിൽ വേറെ ഏതിൻ്റെ ആയാലും ശരി, ഒരു MCQs അടങ്ങിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ, ഗേറ്റ് പേപ്പേഴ്സ് അടങ്ങിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ബുക്ക്ലെറ്റ്, അത് 2 നല്ല രീതിയിൽ നോക്കുക. പിന്നെ നമ്മുടെ BTechലെല്ലാം നമ്മുടെ സബ്ജക്റ്റുകളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തതിന് ശേഷം അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ, എല്ലാം കഴിഞ്ഞിട്ട് മാത്രം കേട്ടോ, നമ്മളിതൊക്കെ ഒന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ ഒരൊറ്റ ബുക്കിലാക്കിയിട്ട് ഷോർട്ട് നോട്ട്സ് ആയിട്ട് എഴുതുക. പഠിച്ചതിന് ശേഷം മാത്രം, മുമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോങ് നോട്ട്സ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഷോർട്ട് നോട്ട്സ് ആക്കി എഴുതുക. MEDC എന്ന് പറഞ്ഞിട്ടുള്ളൊരു പബ്ലിക്കേഷൻസിൻ്റെ പബ്ലിക്കേഷനല്ല, എനിക്ക് തോന്നുന്നു അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറക്കുന്ന ബുക്കാണ്. അപ്പോൾ അതിലെല്ലാത്തിനും ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ പേര് ഓർമ്മയില്ല, ഹാൻഡ് ബുക്ക് എന്താണോ പേര്, ഹാൻഡ് ബുക്ക് ഓൺ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അങ്ങനെ എന്തോ ആണ്. പക്ഷേ നമ്മൾ പഠിക്കാണ്ട് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാം പഠിച്ചതിന് ശേഷം മാത്രം അത് പറ്റിയ ഒന്ന് ജസ്റ്റ് റെഫർ ചെയ്യാൻ നിർബന്ധിക്കുന്നില്ല. നമ്മൾ തന്നെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും കൂടെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ അസിസ്റ്റൻറ്റ് പ്രൊഫസറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. എന്താണ്, എങ്ങനെയാണ്, കഴിഞ്ഞത്തെ അഡ്വൈസും നമ്മുടെ മൊത്തം സിലബസിനെ കുറിച്ചൊക്കെ നമ്മൾ ഇതിലൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം പറയുന്നത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, സിലബസ് വേണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വേണം, മൂന്നാമത്തെ കാര്യം പറഞ്ഞാൽ നമ്മൾ ബുക്സ് വേണം. ഈ ബുക്സുകൾ കയ്യിൽ വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള പ്രിപ്പറേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അതിനെക്കുറിച്ചുള്ള ഷോർട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഓർമ്മ കിട്ടുള്ളൂ. അതുപോലെ കുറേ റെഫർ ചെയ്താൽ മാത്രമേ നമുക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിലൊന്ന് ഓർമ്മ നിൽക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അത് പ്രത്യേകം പറഞ്ഞത്. അപ്പോൾ ബുക്സുകളെ കുറിച്ചുള്ള വീഡിയോയും സിലബസിനെ കുറിച്ചുള്ള വീഡിയോയും ഒന്ന് കാണാത്തവരെ കണ്ടു നോക്കുക.
ഞാൻ രാവിലെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. റോഡ് സൈഡിന് അടുത്താണ് വീട്, അതുകൊണ്ട് അതിൻ്റേതായ ഡിസ്റ്റർബൻസ് ഒക്കെ എനിക്കുണ്ടെന്ന് അറിയുന്നാലും നിങ്ങൾക്ക് പരമാവധി കാര്യങ്ങളൊക്കെ കേട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കത് യൂസ്ഫുള്ളായി തോന്നണമെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കൊണ്ടുവരാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അമീനയ്ക്കുള്ള അതേപോലെ തന്നെ കുറേ പേർക്ക് ഈ ഒരു അഭിപ്രായം ഉണ്ടാവും. ചിലപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊന്ന് ഒരു സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കുറച്ചൊന്ന് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റാർട്ടിംഗ് ട്രബിൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് ഓക്കെ ആയിക്കോളും കേട്ടോ. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാലും നല്ലത് തന്നെയാണ്. അന്വേഷിച്ചിട്ട് നല്ലൊരു കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് പഠിക്കാം. എക്സാമിന് എന്തായാലും കുറച്ച് സമയം കിട്ടും. കട്ട് ഓഫ് എന്തായാലും ഒരുപാട് അങ്ങ് കൂടുകയൊന്നുമില്ല കേട്ടോ. കൂടിപ്പോയി ഒരു 50 വരെയൊക്കെ എത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഒരു 70 മാർക്ക് കിട്ടുന്ന പോലെ പഠിച്ചാൽ മാത്രമേ നമുക്കൊരു 50 കിട്ടുള്ളൂ. 100 മാർക്കും കിട്ടാൻ വേണ്ടി പഠിച്ചിട്ടൊന്നും നമുക്കത് എത്തില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കണം, എന്നാലേ അതിനൊരു ഗുണം നമ്മൾക്ക് കിട്ടുള്ളൂ. എന്തായാലും കഴിഞ്ഞ തവണ 70ഓളം അഡ്വൈസ് പോയ സ്ഥിതിക്ക് ഇത്തവണത്തെ റിട്ടയർമെൻറ്റ് വാക്കൻസി ഒക്കെ കണക്കാക്കുമ്പോൾ നമുക്ക് നല്ലൊരു വിഭാഗം ആൾക്കാരെ പോസ്റ്റ് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു പോസ്റ്റാണ്, നല്ലൊരു സാലറി പാക്കേജാണ്, നല്ല പ്രൊമോഷൻ സാധ്യതകളുണ്ട്, എല്ലാം കൊണ്ടും നല്ലൊരു പോസ്റ്റാണ്. ഈ ഒരു ജോലി എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും കിട്ടില്ല, എന്നാലും നല്ല എഫേർട്ട് എടുത്ത് പഠിക്കുന്ന ആളുകൾക്ക് അത് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അപ്പം നമുക്ക് മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർ ആ പ്ലേലിസ്റ്റുകളൊന്ന് കയറി നോക്കാനും മറക്കരുത്.